സൗദി അരാംകോയുടെ റാസ് തനൂറ റിഫൈനറിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. തിങ്കളാഴ്ച രാവിലെ റിഫൈനറി ലക്ഷ്യമാക്കി വന്ന 2 ഡ്രോണുകളെ സൗദി പ്രതിരോധ മന്ത്രാലയം വെടിവെച്ചിട്ടു. തകർന്നു വീണ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് റിഫൈനറിയിൽ ചെറിയ രീതിയിൽ തീപിടുത്തമുണ്ടായി. മുൻകരുതൽ നടപടിയായി പ്രതിദിനം 5,50,000 ബാരൽ ഉൽപാദന ശേഷിയുള്ള ഈ റിഫൈനറി അരാംകോ അടച്ചുപൂട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണ വാർത്ത പുറത്തുവന്നതോടെ ആഗോള എണ്ണവില വർദ്ധിക്കുകയും ബാരലിന് $80 അടുത്തെത്തുകയും ചെയ്തു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ബെയ്റൂട്ടിലും തെക്കൻ ലെബനനിലും നടത്തിയ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ വ്യാപാര കരാറുകൾക്കുമായി ഇന്ത്യയും കാനഡയും ധാരണയിലെത്തി. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ബെയ്ത് ഷെമേഷ് നഗരത്തിൽ മിസൈൽ പതിച്ച് 9 പേർ കൊല്ലപ്പെട്ടു. ജെറുസലേമിലും ടെൽ അവീവിലെ സർക്കാർ സമുച്ചയങ്ങൾക്കും നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. കുവൈറ്റിലെ അലി അൽ സലേം വ്യോമതാവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒന്നിലധികം US യുദ്ധവിമാനങ്ങൾ തകർന്നതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ യുഎസുമായി ചർച്ചകൾക്കില്ലെന്ന കർക്കശമായ നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനി ഉൾപ്പെടെയുള്ളവർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും പകരം ശക്തമായ പ്രതികാരം മാത്രമാണ് ലക്ഷ്യമെന്നും ഇറാൻ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുമായി മുൻപ് ഒപ്പിട്ട ആണവ കരാറുകളിൽ നിന്ന് അവർ ഏകപക്ഷീയമായി പിന്മാറിയതിനാൽ ഇനി ഒരു ചർച്ചയ്ക്കും യുഎസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ചർച്ചയ്ക്ക് പകരം യുദ്ധക്കളത്തിൽ മറുപടി നൽകാനാണ് ഇറാൻ താൽപ്പര്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇസ്രയേലിന്റെയും ഗൾഫ് മേഖലയിലെയും US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കിയത്. ഖമൈനിയുടെ മരണശേഷം അധികാരം ഏറ്റെടുത്ത താൽക്കാലിക കൗൺസിൽ അമേരിക്കയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും പൂർണ്ണമായും വിച്ഛേദിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. ഹൈപ്പർസോണിക് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ടെൽ അവീവ്, ഹൈഫ, ജെറുസലേം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും മിസൈലുകൾ പതിച്ചത്. നഗരങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോം, അയൺ ബീം എന്നീ പ്രതിരോധ സംവിധാനങ്ങൾ പല മിസൈലുകളെയും തടഞ്ഞെങ്കിലും ഒരേ സമയം വലിയ തോതിൽ മിസൈലുകൾ വന്നതിനാൽ ചിലത് ജനവാസ കേന്ദ്രങ്ങളിൽ പതിച്ചു. അത്യാധുനിക ഇറാന്റെ പുതിയ ഫത്ത പോലെയുള്ള മിസൈലുകൾക്ക് ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. അയൺ ഡോമിന് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നതിലും വേഗത്തിൽ ഇവ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതാണ് പ്രതിരോധം പരാജയപ്പെടാൻ കാരണം. ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനമായ അയൺ ബീമിനെ മറികടക്കാൻ മിസൈലുകൾ പ്രത്യേക ഹീറ്റ് ഷീൽഡുകളും പ്രതിഫലിപ്പിക്കുന്ന കോട്ടിങ്ങുകളും ഇറാൻ ഉപയോഗിക്കുന്നു. ഇത് ലേസർ രശ്മികൾക്ക് മിസൈലിനെ തകർക്കാൻ എടുക്കുന്ന സമയം വർദ്ധിപ്പിക്കുന്നു. ഒരേ സമയം നൂറുകണക്കിന് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും പ്രതിരോധ നിരയെ ഭേദിക്കാനും ഇറാന് സാധിക്കുന്നുണ്ട്. പുതിയ ഇറാനിയൻ മിസൈലുകൾക്ക് അന്തരീക്ഷത്തിൽ വെച്ച് ദിശ മാറാൻ സാധിക്കും. ഇത് മിസൈൽ എവിടെ പതിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന് പ്രയാസകരമാകുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നത് ഇസ്രായേലിനും അതിന്റെ സഖ്യകക്ഷികൾക്കും എതിരെ ഇറാൻ നടത്തുന്ന നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ്. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് ഈ ഓപ്പറേഷൻ അതിന്റെ 4ാം ഘട്ടത്തിലാണ്. ട്രൂ പ്രോമിസ് 1 ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ആദ്യത്തെ നേരിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണമാണ്. ഇത് നടന്നത് 2024 ഏപ്രിലിലാണ്. ട്രൂ പ്രോമിസ് 2 ഹസൻ നസ്രുള്ളയുടെയും ഇസ്മയിൽ ഹനിയയുടെയും വധത്തിന് പ്രതികാരമായി ഇസ്രായേലിന് നേരെ ഏകദേശം 200 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു. ഇത് നടന്നത് 2024 ഒക്ടോബറിലാണ്. ട്രൂ പ്രോമിസ് 3 ഇസ്രായേലിന്റെ റൈസിംഗ് ലയൺ ഓപ്പറേഷന് മറുപടിയായി നടത്തിയ 12 ദിവസത്തെ യുദ്ധം. ഇതിൽ ഇറാൻ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഇലക്ട്രോണിക് വാർഫെയറും ഉപയോഗിച്ചു. ഇത് നടന്നത് ജൂൺ 2025ലാണ്. ട്രൂ പ്രോമിസ് 4 ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയുടെ മരണത്തിന് പ്രതികാരമായി ഇറാൻ ആരംഭിച്ച ഇപ്പോഴത്തെ ആക്രമണമാണിത്. ഇത് ആരംഭിച്ചത് ഫെബ്രുവരി 2026 ഫെബ്രുവരി മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് 2-ന് അതായത് ഇന്ന് നടക്കുന്നത് ഇറാൻ ഈ ഓപ്പറേഷന്റെ ഇന്നാണ് ഇതിന്റെ 10ാം തരംഗം ആരംഭിച്ചിരിക്കുന്നത്.
ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ വ്യക്തതയില്ല. ഓഫീസ് ആക്രമിക്കപ്പെട്ടോ എന്താണ് സംഭവിച്ചിരിക്കുന്നതിൽ വ്യക്തതയില്ല ഇതുവരെ. 2026 മാർച്ച് 2 കണക്കനുസരിച്ച് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന അതിശക്തമായ സൈനിക ആക്രമണം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് അമേരിക്കയും ഓപ്പറേഷൻ റോളിംഗ് ലയൺ എന്ന് ഇസ്രയേലും പേരിട്ടിരിക്കുന്ന ഈ യുദ്ധം മേഖലയെ വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഇന്ന് ടെഹ്റാനിലെ റവല്യൂഷൻ സ്ക്വയറിന് സമീപമുള്ള സർക്കാർ കെട്ടിടങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രയേൽ വിപുലമായി വ്യോമാക്രമണം നടത്തി. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി മാർച്ച് 1 ഇറാനിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാന്റെ മിസൈൽ ശേഖരം നശിപ്പിക്കുക, ആണവായുധം നിർമ്മിക്കുന്നത് തടയുക, ഇറാനിലെ ഭരണമാറ്റം എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. നിലവിൽ പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിൽ അംഗം എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയാണ് ഇറാന്റെ ഭരണപരമായ കാര്യങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കുന്നത്. 2026 മാർച്ച് 2 റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി 28 ശനിയാഴ്ച ആരംഭിച്ച അമേരിക്ക-ഇസ്രയേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ ഇറാനിൽ ഇതുവരെ കുറഞ്ഞത് 555 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി അറിയിച്ചു. രാജ്യത്തെ 131 നഗരങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരും സാധാരണക്കാരും ഉൾപ്പെടുന്നു. ആകെ 48 ഉന്നത ഇറാനിയൻ നേതാക്കൾ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. മിനാബിലെ ഷജബ തയ്യിബ പെൺകുട്ടികളുടെ എലിമെന്ററി സ്കൂളിന് നേരെയുണ്ടായ വ്യോമാക്രമണമാണ് ഏറ്റവും വലിയ ദുരന്തമായി മാറിയത്. ഇവിടെ കുട്ടികളടക്കം കുറഞ്ഞത് 180 പേർ കൊല്ലപ്പെട്ടു. ലോറസ്ഥാൻ പ്രവിശ്യയിലും ഖുറമാബാദിലും നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് 3 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളും 5 കരസേനാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ ഫാസ് പ്രവിശ്യയിൽ നടന്ന ആക്രമണത്തിൽ 35 പേരും ടെഹ്റാനിലെ നിലൂഫർ സ്ക്വയറിൽ നടന്ന ആക്രമണത്തിൽ 20-ലധികം പേരും കൊല്ലപ്പെട്ടു. ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തുന്ന സംയുക്ത സൈനിക ആക്രമണത്തിൽ ഇറാനിലെ പ്രമുഖ മതപണ്ഡിതനും ഉന്നത നേതാവുമായ അയത്തുള്ള അലി റസ അറാഫി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഖോമിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും നേരെ ഇസ്രയേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതായി കരുതപ്പെടുന്നത്. ഇറാനിലെ ഗാർഡിയൻ കൗൺസിൽ അംഗവും ഷിയ സെമിനാരികളുടെ തലവനുമായിരുന്നു അദ്ദേഹം.